നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിദ്ധാർത്ഥിന്റെ മരണം SFI അഴിഞ്ഞാടുന്നു. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് മുഖ്യമന്ത്രി VD സതീശൻ. കുഴിമന്തിയും അൽഫാമും കഴിച്ചു. ഒരു കുടുംബത്തിലെ 9 പേരുൾപ്പെടെ 21 പേർക്ക് ഭക്ഷ്യവിഷബാധ. ഹോട്ടൽ അടപ്പിച്ചു. ഇലക്ട്രിക് സ്കൂട്ടറിൽ മദ്യവിൽപ്പന. പിടികൂടാനെത്തിയ എക്സൈസുകാർക്ക് നേരെ വളർത്തുനായയെ അഴിച്ചുവിട്ട് ആക്രമണം. ദേവസ്വം ബോർഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ PSC മാതൃകയിലുള്ള സംവരണം നടപ്പാക്കണം സർക്കാർ. വാർത്തകൾ വിശദമായി. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ ആത്മഹത്യയിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതികളായ SFIക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നു. കോളേജിലെ ഇടത് സംഘടനാ അധ്യാപകരും സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ ക്രിമിനൽ സംഘങ്ങളെ അഴിഞ്ഞാടാൻ വിടുന്നത് മുഖ്യമന്ത്രിയെന്നും VD സതീശൻ വ്യക്തമാക്കി. കോളേജ് ഡീൻ വിഷയത്തിൽ പ്രതിയാക്കണ്ടയാൾ. കേരളത്തിലെ ക്യാമ്പസുകളിൽ SFIയുടെ അഴിഞ്ഞാട്ടം. SFIക്കാരെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും VD സതീശൻ വ്യക്തമാക്കി. ക്രിമിനലുകൾക്ക് അഴിഞ്ഞാടാൻ ഗവൺമെന്റും CPIM പിന്തുണ നൽകുന്നു. ക്രിമിനലുകളെ ഒതുക്കിയില്ലെങ്കിൽ UDFും കോൺഗ്രസും ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകളും സമരത്തിലേക്ക് പോകും. സാമൂഹ്യ പെൻഷൻ മുടങ്ങിയിട്ട് ഇന്ന് 7 മാസം. കേരളത്തിലെ പാവങ്ങളിൽ പാവങ്ങളോട് ക്രൂരത. 13 ജില്ലകളിലെ ജനകീയ ചർച്ചാ സദസ്സുകളിലും കേട്ടത് ഈ പരാതിയാണ്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാന്റ് കൊടുക്കുന്നില്ല, ഒരു ആനുകൂല്യങ്ങളും നൽകുന്നില്ല. സുനിൽ കാനഗോലുവിന്റെ റിപ്പോർട്ട് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അസംബന്ധം. അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. വർക്കലയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 21 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളടക്കം നിരവധി പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ടെമ്പിൾ റോഡിലെ സ്പൈസി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. കുഴിമന്തിയും അൽഫാമും കഴിച്ചവർക്കാണ് അസ്വസ്ഥത ഉണ്ടായത്. തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഹോട്ടലിൽ നിന്ന് ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചവർക്കാണ് പലതരത്തിലുള്ള അസ്വസ്ഥത അനുഭവപ്പെട്ടത്. ഇവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഒരു കുടുംബത്തിലെ 9 പേർ ഉൾപ്പെടെ 21 പേർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. കുഴിമന്തി, അൽഫാം ഉൾപ്പെടെ ചിക്കൻ വിഭവങ്ങൾ കഴിച്ചവർക്കാണ് പ്രശ്നമുണ്ടായത്. സംഭവത്തെ തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ഹോട്ടലിൽ പരിശോധന നടത്തി. വ്യാപകമായി പരാതി ഉയർന്നതിനെ തുടർന്ന് ഹോട്ടൽ സീൽ ചെയ്തു. അതേസമയം ആരുടെയും നില ഗുരുതരമല്ല. എന്നാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ചികിത്സയിലാണ്. മദ്യവിൽപ്പന പിടികൂടാനെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ വളർത്തുനായയെ അഴിച്ചുവിട്ട് പ്രതി രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ നാരായണമംഗലം പാറയ്ക്കൽ വീട്ടിൽ നിതിനാണ് പ്രതി. എക്സൈസ് സംഘത്തെ കണ്ടയുടൻ നിതിൻ വളർത്തുനായയെ അഴിച്ചുവിടുകയായിരുന്നു. വളർത്തുനായയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് എക്സൈസ് സംഘം രക്ഷപ്പെട്ടത്. നായയെ സ്ഥലത്തു നിന്ന് ഓടിച്ച ശേഷം പ്രതിയുടെ വീട്ടിൽ എക്സൈസ് സംഘം പരിശോധന നടത്തുകയായിരുന്നു. ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 52 കുപ്പി മദ്യവും മദ്യവിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറും പിടിച്ചെടുത്തു. എക്സൈസ് കൊടുങ്ങല്ലൂർ റേഞ്ച് ഇൻസ്പെക്ടർ M ഷംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. നിതിനെതിരെ നിരന്തരം പരാതി ലഭിച്ചിരുന്നതായും ഇയാളെ മുൻപ് അമിതമായി മദ്യം സൂക്ഷിച്ചതിനെ പിടികൂടിയിട്ടുണ്ടെന്നും എക്സൈസ് സംഘം പറഞ്ഞു. 1-ാം തീയതിയിലും മറ്റു ഡ്രൈഡേ ദിവസങ്ങളിലും അനധികൃത വിൽപ്പന നടത്തുകയായിരുന്നു പ്രതിയെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. രക്ഷപ്പെട്ട നിതിനെ പിടികൂടാനുള്ള അന്വേഷണവും ആരംഭിച്ചു. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള 7 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങളിൽ PSC മാതൃകയിലുള്ള സംവരണം നടപ്പാക്കാൻ ഉത്തരവ്. ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകളുടെ യോഗമാണ് ഈ തീരുമാനമെടുത്തത്. തുടർന്ന് തീരുമാനം അംഗീകരിച്ച സർക്കാർ ഉത്തരവ് ഇറക്കുകയായിരുന്നു. തിരുവിതാംകൂർ, കൊച്ചി, ഗുരുവായൂർ, മലബാർ, കൂടൽമാണിക്യം ഉൾപ്പെടെ കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകൾക്ക് കീഴിലെ 31 7 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് സംവരണ തത്വം നടപ്പാക്കുക. ഈ ഉത്തരവോടെ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനത്തിൽ സാമൂഹ്യനീതി ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ പറഞ്ഞു. ആകെ 733 തസ്തികകളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ളത്. തിരുവിതാംകൂർ ദേവസ്വത്തിൽ സ്കൂളുകളിൽ 271 കോളേജുകളിൽ 184 തസ്തികയുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിൽ സ്കൂളിൽ 17 കോളേജിൽ 113 തസ്തികകൾ. ഗുരുവായൂർ ദേവസ്വം സ്കൂളുകളിൽ 72 കോളേജിൽ 76 തസ്തികകളുമാണുള്ളത്. കുടൽമാണിക്യത്തിലും മലബാർ ദേവസ്വത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ തയ്യാറാക്കി ദേവസ്വം ബോർഡുകൾ നിയമനം നടത്തും.